കാശുള്ളവർ നടത്തല്ല എല്ലാത്തവരും ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ 2 ദിവസം ട്രെൻഡിങ് ആയിട്ട് വാർത്ത ആനന്ദമ്മയുടെ വെഡിങ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ചെലവ് അതിന് മാനേജർ 5000 കോടി രൂപ അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനോട് എന്താ പ്രതികരിക്കുക? 5000 കോടി രൂപയുടെ കല്യാണം എന്ന് പറയുമ്പോ അല്ല, കല്യാണം എന്ന് പറയുമ്പോ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു കാര്യല്ലേ. കാശുള്ളവര് അങ്ങനെ ചെയ്യും. അദ്ദേഹം ചെയ്യട്ടെ, വേറൊന്നും പറയാനൊന്നുമില്ല. 5000 കോടിക്ക് ചെലവാക്കണം അല്ല, അവരുടെ തന്നെ കാശല്ല, അപ്പൊ അവർക്ക് എന്തെങ്കിലും കാണിക്കാം. യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ആനന്ദമ്മാരുടെ മാരേജ്. 5000 രൂപയുടെ അമ്പാരുടെ മകന്റെ മാരേജ് കേട്ടിട്ടുണ്ടായിരുന്ന? 5000 രൂപ 5000 കോടി രൂപ ചെലവാക്കിയിട്ട് അദ്ദേഹം. ഈ വാർത്ത കേൾക്കുമ്പോ എന്താ തോന്നാറ്? സന്തോഷം തോന്നുന്നു. 5000 നമുക്ക് സാധാരണ ഒരു കോടി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അത്ഭുതം പോലെ. ഇപ്പൊ 5000 കോടി എന്ന് പറയുമ്പോ തന്നെ കോടി മുടക്കി നടത്തുന്നു കല്യാണം. കാശുള്ളവർ നടത്തല്ല എല്ലാത്തവരും ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ആസ്തിയിൽ വരുന്നത്, ഒരു മാസത്തിലല്ല, അതായത് മുഴുവൻ ആസ്തിയിൽ വരുന്നത് ഒരു 0% ആണ് വരുന്നത്. 1% പോലും വരുന്നില്ല. അയാൾ കോടിയിൽ കോടീശ്വരനല്ലേ. അതുപോലുള്ളവർ പലരും പല രീതിയിൽ നടത്തുന്നത്. അതിന്റെ മുമ്പ് ഇവിടെ ചില ആൾക്കാർ വേറെ നടത്തിയിട്ടുണ്ട്. അറിയോ? അടൂർ പ്രകാശ് പറഞ്ഞ ഒരു മുൻ എം പി അറിയില്ലേ ഇപ്പൊ നിലവിലെ? അറിയോ? അയാളുടെ ഒരു മകന്റെ കല്യാണത്തിന് നടത്തിയിട്ടുണ്ട് ഇതേപോലെ. കോടി ഇത്രയില്ല, എന്നാൽ കോടികൾ നടത്തിയിട്ടുണ്ട്. പന്തലൊക്കെ എടുത്തിട്ട്. അപ്പൊ അതിനേക്കാൾ കാശ് നടത്തണം. പക്ഷെ ഇത് വാർത്ത ചിലവരുണ്ട് എന്തിനാ 5000 കോടി എത്ര ഇന്ത്യയില് ഇപ്പൊ കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരൊക്കെ വേണ്ടി കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കാം. അല്ല, അതിപ്പോ പൈസ ഉള്ളവരല്ലേ നടത്തുന്നത്, നമുക്കല്ലാത്തവർ നടത്തുന്നില്ലല്ലോ. പേടിയാണ്. ബ്രോക്ക് എന്താ പറയാനുള്ളത്? ഈ 5000 നിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിക്കട്ടാ. എന്റെ വീട്ടിലായിരിക്കുന്നുണ്ട്? വീട്ടിലെ ഉമ്മ ഉപ്പ ഒരനിയത്തി. വീട്ടിലെ ആസ്തി എത്രയാണ് ഏകദേശം? സ്ഥലം വീട് എല്ലാം കൊണ്ടും ഏകദേശം പറയാം, ഒരു അപ്രോക്സിമേറ്റ് പറയാം. ഒരു 15-20 ലക്ഷം ഉണ്ടാവും. ഒരു 30 ലക്ഷം തന്നെ. നിന്റെ കല്യാണത്തിന് ഏകദേശം എത്ര പൊട്ടിക്കും? എന്റെ കല്യാണം നടക്കുന്ന ഒരു എക്സാമ്പിൾ ഏകദേശം എത്ര പൊട്ടിക്കും? എന്തായാലും ഒരു മിനിമം എത്ര പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കും? ഒരു 500. 1000 ഒന്നുമില്ല, 1000 ഒരു 500 200 ആൾക്കാർ. ഒരു 500 വയ്ക്കും. ഒരു എന്തായാലും കുടുംബക്കാരെല്ലാരും കൂടി ആകുമ്പോ ഒരു 500 വരും. അതിന് ഏകദേശം 1.5 ലക്ഷം രൂപ ഫുഡ് എക്സ്പെൻസ് വരും ആണല്ലോ. ബാക്കി എല്ലാം കൂടി എത്ര വരും? ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ഇല്ലാണ്ട് പരിപാടി നടക്കില്ലല്ലോ. 30 ലക്ഷം ആസ്തിയുള്ള നീ എത്ര ശതമാനം? അതിന്റെ എത്ര ശതമാനം? വാർത്ത ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് നടത്താലോ, തെറ്റില്ലല്ലോ. അയാൾക്ക് കുറഞ്ഞ ചെലവിൽ നടത്താം, കൂടുതൽ ചെലവിന്നല്ല. അദ്ദേഹത്തിന് നിന്റെ കല്യാണം ഇങ്ങനെയൊക്കെ നടത്തണം എന്നുള്ളത് നിന്റെ ആഗ്രഹമായിരിക്കും. അയാളുടെ ആഗ്രഹം അയാൾ നടത്തട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ബ്രോയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ നടത്തട്ടെ. അപ്പൊ ഇത് വാർത്ത ആകുമ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. എനിക്കും തോന്നുന്നു ബ്രോ പറഞ്ഞല്ല, നമ്മളെ ആസ്തിനെക്കാട്ടിയും കൂടുതലാണ് എത്ര പെർസെന്റേജ് അദ്ദേഹത്തിന്റെ ആസ്തി കമ്പയർ ചെയ്യുമ്പോൾ കുറവെന്ന് പറഞ്ഞു. 1% താഴെ. പക്ഷെ അത് ഇത്രയും ചെലവ് ചുരുക്കിയിട്ട് നമുക്ക് കഴിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അത് പേഴ്സണൽ ആയിട്ടുള്ള അത് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അത് അയാൾ അയാൾക്ക് ആഗ്രഹം അയാൾ നടത്തുക. അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഉള്ളപ്പോ. ഉച്ചക്ക് എന്താ കഴിച്ചു? ഞാൻ ഉച്ചക്ക് ഒരു ഇത് മാത്രം കഴിച്ചത്. 20 രൂപയുടെ 12 രൂപയുടെ ഒരു ഇത്. ഞാൻ ബിരിയാണി കഴിച്ചേ. അപ്പൊ എന്റെ അടുത്ത് നീ കൊണ്ട് ചോറേ കഴിക്കാൻ പറ്റുള്ളൂ, ബിരിയാണി കഴിക്കാൻ പറ്റില്ല, അത് മാന്യതല്ലേ. എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോ ഞാൻ കഴിക്കും. അപ്പൊ ഇതിന്റെ അടിയിൽ വേറെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. അതായത് ഓരോരുത്തരുടേതല്ലേ ഇതൊക്കെ. അപ്പൊ ബ്രോ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പൈസ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അദ്ദേഹത്തിന് ഇഷ്ടം പോലെ നടത്താനുള്ളത് അതായത് അതുകൊണ്ട് അദ്ദേഹം നടത്തുന്നു. അയാള് ബാക്കിയുള്ള സൈഡിൽ കൂടെ ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇന്ത്യയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ. അല്ലാതെ അപ്പോ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ട് അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പൊ പുള്ളി അത്രയ്ക്കും അത് പറഞ്ഞാൽ
വേൾഡ് വൈഡ് ലെവൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മെയിൻ നടത്തുന്നത്. എനിക്ക് അറിയില്ല, നടത്തട്ടെ, അയാളുടെ അടുത്ത് അത് നല്ല രീതിയിൽ നടത്തുക. ഞാൻ കണ്ടു, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാര്യങ്ങളൊക്കെ കാണുന്നു, ഒരുപാട് സെലിബ്രിറ്റീസ് കാണുന്നു, സന്തോഷം, കാണുന്നു, ആസ്വദിക്കുന്നു, നമ്മൾ വിടുന്നു. അല്ല നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. നടത്തട്ടെ, എല്ലാം നന്നായി വരട്ടെ.